അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വളരെ അപകടകരമായ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആയത്തുള്ള ഖമേനി ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് ഇനി ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല എന്ന്. ഇതൊരു ചർച്ചയിലാണ് ഈ പ്രസ്താവന ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഏതോ ശരിക്കും ഈ ചർച്ചകളുടെയൊക്കെ പോക്ക് എങ്ങോട്ടാണ്? അഞ്ജന, ഈ ചർച്ചകളുടെ പോക്ക് കൃത്യമായി പറഞ്ഞാൽ എങ്ങും എത്താത്തൊരു സാഹചര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ആദ്യത്തെ ചർച്ച, ഒന്നാമത് ഈ ചർച്ച എന്ന് പറയുന്നത് പരോക്ഷ ചർച്ചയാണ്. ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടക്കുന്നതാണ് ആദ്യത്തേത്. അപ്പോൾ അതിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി വരുന്നു. അതുപോലെ അമേരിക്കയുടെ നയതന്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ട്രംപിൻ്റെ മരുമകനുമൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നിർദ്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു പോകുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞത് ഒരു കാരണവശാലും ആദ്യഘട്ട ചർച്ച പരാജയമായാൽ പിന്നെ ഇറാനെ തുടരാൻ അനുവദിക്കില്ല എന്നായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞത്. പക്ഷേ ആദ്യഘട്ട ചർച്ചയിൽ ഒരു തീരുമാനവുമായില്ല. അമേരിക്കയുടെ വാദങ്ങളൊക്കെ ഇറാൻ തള്ളി. ഒരു കാരണവശാലും അമേരിക്ക പറയുന്നതെല്ലാം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ തീർത്ത് പറഞ്ഞു. പക്ഷേ അമേരിക്കയ്ക്ക് അത് അനുസരിക്കുകയല്ലാതെ മറ്റു വഴിയുണ്ടായില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ ചർച്ചയിലേക്ക് പോയത്. ഈ രണ്ടാമത്തെ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് ഇറാനെതിരെ ഒരു വലിയ വെല്ലുവിളി അമേരിക്ക നടത്തി. ഞങ്ങളുടെ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കും, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞത്, ട്രംപ് പറഞ്ഞത്. പക്ഷെ അതിന് തൊട്ട് പിന്നാലെ ആയത്തുള്ള അലി ഖാംനെയി പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിക്കെതിരായ ഞങ്ങളുടെ ആക്രമണം ആ ശക്തിയെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ തളർത്തിക്കളയും എന്ന് ഖാംനെയും തിരിച്ചടിക്കുന്നു. അതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ചില മിസൈലുകൾ വിക്ഷേപിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇറാൻ എന്തായാലും അമേരിക്കയ്ക്ക് നേരെ, ഇസ്രായേലിന് നേരെ, ഒപ്പം അവരെ പിന്തുണയ്ക്കുന്ന കഴിയാവുന്നത്രയും രാജ്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയുടെ വാദങ്ങൾ, അമേരിക്കയുടെ ഈ പറയുന്ന വെല്ലുവിളികൾ, ഭീഷണികളൊക്കെ ഈ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. അതുകൊണ്ട് അമേരിക്ക എന്ത് പറയുന്നു, പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം, അതാണല്ലോ അഞ്ജന ചോദിച്ചത്, എങ്ങനെയാണ്, എന്തായിരിക്കും ഈ ചർച്ചകളുടെ അന്തിമ രൂപം, എന്തായിരിക്കും ഈ യുദ്ധ സാഹചര്യത്തിൻ്റെ ഭാവി എന്നൊക്കെയാണല്ലോ ചോദ്യങ്ങൾ. ഇത് ലോകം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരിക്കലും ട്രംപിൻ്റെ ഒരു നിലപാട് വെച്ച്, അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് അതുപോലെ വിശ്വസിച്ചിട്ട് ഇതാ ഒരു യുദ്ധം വരുന്നു, അല്ലെങ്കിൽ ഇതാ ഒരു വെടിനിർത്തൽ വരുന്നു, അല്ലെങ്കിൽ ഒരു കരാറ് വരുന്നു എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇറാൻ്റെ തകർച്ചയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത്. അതായത് ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ പോകുന്നു, ഏത് നിമിഷവും തകർക്കാൻ പോകുന്നു, ഇറാന് നേരെ B-2 ബോംബർ വിമാനങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ അമേരിക്ക നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു. ഖാംനെയിയെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് മുന്നൊരുക്കങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള കളമൊരുക്കൽ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ അമേരിക്ക ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഇറാന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇറാൻ ഓരോ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് വരികയാണ്. ഞാൻ ഈ യുദ്ധത്തിൻ്റെ ഭാവി, അല്ലെങ്കിൽ യുദ്ധമെന്നല്ല, യുദ്ധ സാഹചര്യത്തിൻ്റെ ഭാവി എന്താണെന്ന് അഞ്ജന ചോദിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞു തരികയാണ്. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ വെല്ലുവിളികളെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്വാദങ്ങളെയോ ഗീർവാണങ്ങളെയോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ എന്താ പറയുക, ലൂസ് ടോക്ക് എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള വെറും പറച്ചിലുകളെ ഒന്നുമല്ല ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കേണ്ടത് പ്രവർത്തികളെയാണ്. ഇപ്പോൾ ഇറാനെ നോക്കുക, ഇറാൻ ഓരോ ഘട്ടത്തിലും അവരുടെ സൈനിക ശക്തി അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ അമേരിക്കയുടെ സൈനിക പടക്കൂട്ടങ്ങൾക്ക് നേരെ, അതായത് അവരുടെ യുദ്ധ കപ്പലുകൾക്ക് നേരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറാൻ അന്നു മുതൽ ഇന്ന് വരെ നിലപാടിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഓരോ നിമിഷവും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അതായത് ഞങ്ങളുടെ ആണവ പരീക്ഷണം നടത്തും, ആണവായുധം ഉണ്ടാക്കില്ല, ഒരു കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്കൊപ്പം ഞങ്ങളുടെ കൂടി ആവശ്യങ്ങളും ഇഷ്ടങ്ങളും വെച്ചുകൊണ്ട് തന്നെ വേണം ആ കരാർ വരാനെന്ന നിലപാടിലൊന്നും ഇറാന് മാറ്റം വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഇറാൻ കുറച്ചുകൂടി ഫോർവേഡായിട്ട് ഓരോ ദിവസവും പുതിയ അപ്ഡേഷൻസ് അവരുടെ പ്രതിരോധ നിരയിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈനികാഭ്യാസമൊക്കെ നടത്തുകയാണ് എപ്പോഴും. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കും, ചെങ്കടലിൽ ബ്ലോക്ക് ചെയ്യും എന്ന നിലയിലേക്കൊക്കെ ഇറാൻ കുറെ കൂടി ഷാർപ്പാവുകയാണ്. പക്ഷേ അമേരിക്കയുടെ ഒരു കപ്പൽ കടൽക്കാറ്റും കൊണ്ട് ആ കടലിൽ നങ്കൂരമിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി. USS എബ്രഹാം ലിങ്കൺ, അതുപോലെ USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന അവരുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു യുദ്ധക്കപ്പൽ ഇറാനെ ലക്ഷ്യമാക്കി വരുന്നു എന്ന് പറയുന്നു. അത് അവിടെ എവിടെയോ കിടപ്പുണ്ട്. അതിനപ്പുറം
അമേരിക്ക മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇറാൻ വളരെ വലിയ രീതിയിലാണ് അമേരിക്കയെ വിമർശിച്ചിരിക്കുന്നത് നിലവിൽ. അല്ല, അമേരിക്കയ്ക്ക് അങ്ങനെ പറയാം, അല്ല, അമേരിക്ക അങ്ങനെ വിമർശിക്കാനും ഇറാന് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് ഇവരെ വെല്ലുവിളിക്കാനുമുള്ള സാഹചര്യമുണ്ടെന്നേ. കാരണം ഇറാനിലെ അവരുടെ റിപ്പബ്ലിക്ക്, ഇസ്ലാമിക റിപ്പബ്ലിക്ക്, ഇസ്ലാമിക വസന്തത്തിലൂടെയൊക്കെ വന്നിട്ടിപ്പോൾ 49 വർഷത്തോളമായി. പോട്ടെ, ഒരു 47 വർഷമാണ് അതിൻ്റെ ഒരു ഔദ്യോഗിക കണക്ക്. അപ്പോൾ ഈ 47 വർഷമായി ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന ഒരു ഇറാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും റിബലുകളാണത്. ഈ മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ അമേരിക്ക പറയുമ്പോഴേക്കും അങ്ങോട്ട് പോയി കൈ കൊടുക്കാനോ അങ്ങോട്ട് പോയി ഒപ്പിടാനോ ഉള്ള ത്വരയൊന്നും ഇറാനില്ല. ഇറാൻ എപ്പോഴും അവരുടെ ഒരു നിലപാടിൽ ഉറച്ച് അവരുടേതായ ചില സങ്കേതങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുക. അപ്പോൾ കഴിഞ്ഞ 47 വർഷമായിട്ട് ഇറാനെ തകർക്കാനുള്ള സകല നീക്കങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തിന് അമേരിക്ക ഇപ്പോൾ ഈ പടക്കപ്പലുകൾ അയക്കുന്നതിന് തൊട്ട് മുമ്പ് ഇറാനെ ഇപ്പോൾ ആക്രമിച്ച് തീർക്കും, അല്ലെങ്കിൽ ആക്രമിച്ച് തീർക്കും എന്ന് പറഞ്ഞാൽ ഇറാനെ അമേരിക്ക ആക്രമിക്കുകയല്ല, മറിച്ച് ഇറാൻ്റെ ഉള്ളിലൊരു വലിയ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയിട്ട് 10 ഏജൻസികളെ നിയോഗിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇറാനെ തകർക്കാൻ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് 10ഓളം വലിയ ഏജൻസികളെ, രഹസ്യാന്വേഷണ ഏജൻസികളെ ചുമതലപ്പെടുത്തി. അവർ 100 കണക്കിന് ചാരന്മാരെ ഓരോ ഏജൻസിയും ഇറാൻ ഉള്ളിലേക്ക് വിദേശ പരിശീലനം നൽകി അയച്ചു. ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായി, അത് രൂക്ഷമാകുമ്പോൾ അവിടേക്ക് അയക്കാൻ വേണ്ടി അമേരിക്ക വലിയ സൈനിക സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. ചെറിയ സംഭവമല്ല. ഇറാനെ മൂടോടെ പറിച്ചു കളയാൻ, മുച്ചൂട് മുടിപ്പിക്കാനുള്ള വലിയ സന്നാഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇറാൻ അവരുടെ ഇച്ഛാശക്തി കൊണ്ട്, അവരുടെ സൈനിക ശക്തി കൊണ്ട്, അവരുടെ ഇൻ്റലിജൻസ് ശക്തി കൊണ്ട്, IRGCയുടെ കരുത്ത് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് കരുത്താർജിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് അമേരിക്കയുടെ സകല പദ്ധതികളും ഒരർത്ഥത്തിൽ പൊളിഞ്ഞു പാളീസാവുന്നത്. അപ്പോൾ ഈ 47 വർഷമായി ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പല നീക്കങ്ങളും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നടത്തപ്പെടുന്നു, ഇനി നടത്തുകയും ചെയ്യും എന്ന നിലയിലാണ് അമേരിക്ക ഇറാന് നേരെ നീങ്ങുന്നത്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഒരിടത്ത് പോലും ഇസ്ലാമിക ഭരണകൂടം, ഇപ്പോൾ എത്തി നിൽക്കുന്ന ആയത്തുള്ള അലി ഖാംനെയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടം എവിടെയും വീണ ചരിത്രമില്ല. ഇതിനു മുമ്പ് ഏതാണ്ട് 2 വർഷം മുമ്പ് അവിടെ തട്ടമിടാത്തൊരു യുവതിയെ, ബുർഖ ധരിക്കാത്ത ഹിജാബ് ധരിക്കാത്തൊരു യുവതിയെ സദാചാരവാദികൾ ഇറാനിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഇറാനിൽ വിപ്ലവം വേണമെന്നൊക്കെ പറഞ്ഞ് വലിയൊരു സമരം നടന്നിരുന്നു. പക്ഷേ ഒടുവിൽ അത് എങ്ങും എത്താതെ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാനിലൊരു അപകടം സംഭവിച്ചാൽ, ഇറാനിലെ നിലവിലെ ഭരണകൂടം താഴെ പോയാൽ പിന്നെ അവിടെ ഭരിക്കാൻ വരുന്നത് അമേരിക്കയും പാശ്ചാത്യ ശക്തികളുമാണ് എന്ന് ഇറാൻ ജനതയ്ക്ക് വ്യക്തമായി അറിയാം. അമേരിക്കയുടെ മാറി മാറി വരുന്ന പ്രസിഡൻറ്റുമാർ, അതിപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപിലെത്തി നിൽക്കുന്നു, സകലരും ഇറാൻ്റെ വലിയ എണ്ണ ശേഖരത്തിൽ കണ്ണുവെച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ഭരണമാറ്റം വരികയും അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന ഭരണകൂടം അധികാരത്തിലേറുകയും ചെയ്താൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നൊക്കെ പറയുമായിരിക്കാം, കിട്ടാതിരിക്കുകയോ, പക്ഷേ ആ രാജ്യത്തിൻ്റെ പരമാധികാരം, ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം അത് വ്രണപ്പെടും, അത് ഇല്ലാതാക്കപ്പെടും. ആ ബോധ്യം ഇറാനിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനെയി ഭരണകൂടത്തിന് പിന്തുണയുമായി ലക്ഷക്കണക്കിന് ആളുകൾ അവിടുത്തെ പ്രക്ഷോഭകർക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതാണ് ആയത്തുള്ള അലി ഖാംനെയിയുടെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് തന്നെയാണ് ഖാംനെയി ഇപ്പോഴും നിവർന്ന് നിന്ന് വെല്ലുവിളിക്കുന്നത്. IRGCയുടെ കരുത്ത് നമ്മളൊക്കെ കാണുന്നതിനും വളരെ അപ്പുറമാണ്. അമേരിക്ക എന്ന ലോകശക്തി, ഇസ്രായേൽ എന്ന് പറയുന്ന അമേരിക്കയുടെ മുഴുവൻ ബാക്കപ്പുമുള്ള ശക്തി, അവരെ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച ആയുധങ്ങൾ വെച്ച് വെല്ലുവിളിക്കുന്ന, തുറന്നെതിർക്കുന്ന, തിരിച്ചടിക്കുന്ന ഇറാൻ്റെ ആ കരുത്ത് എന്ന് പറയുന്നത് അത് നമുക്കങ്ങനെ വില കുറച്ച് കാണാൻ കഴിയില്ല. അതിനെ ഒരിക്കലും അമേരിക്കയും വില കുറച്ച് കാണുകയുമില്ല. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടത്തിലേക്ക് ഇറാൻ പോവുകയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നോക്കുക, ഇറാനിലേക്ക് ഞങ്ങൾ ഒരു വിമാനവാഹിനി കപ്പൽ അയച്ചിട്ടുണ്ടെന്ന് അമേരിക്ക പറയുന്നുണ്ടല്ലോ എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ചോദ്യം വന്നപ്പോൾ ഖാംനെയി പറഞ്ഞത് ശരിയാണ്. ഒരു വിമാനവാഹിനി കപ്പൽ അപകടകരമായ ഒരു ഉൽപ്പന്നമാണ്, പക്ഷേ അതിനെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ കഴിയുന്ന ആയുധം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ഖാംനെയി ഇറാനിയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് ലോകമാധ്യമങ്ങളിൽ വ്യാപകമായ ശ്രദ്ധയ്ക്ക് കാരണമായിട്ടുണ്ട്. അതായത് അമേരിക്കൻ നാവിക ശക്തിയെ മൊത്തത്തിൽ തകർക്കാൻ കഴിയുന്ന സകലതിൻ്റെയും കടിഞ്ഞാൻ തൻ്റെ കയ്യിലുണ്ട്.
കിൽ സ്വിച്ച് എന്നൊക്കെ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ പറയും. ഒരു വലിയ സ്ഫോടനം നടത്തി എല്ലാം തീർക്കാൻ കഴിയുന്ന ഒരൊറ്റ ബട്ടൺ, റെഡ് ബട്ടൺ, കിൽ സ്വിച്ച്. അത്തരം ഒരു വലിയ കടിഞ്ഞാൻ തൻ്റെ പക്കലുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഖാംനെയി തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും തെളിയിക്കുകയാണ്. കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഇതിനെയൊക്കെ അയക്കാം എന്ന ആത്മവിശ്വാസവും ഖാംനെയി പുലർത്തുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അത്രയധികം കരുത്തുണ്ട് ഖാംനെയിക്ക് ഇറാന്. അവർ പരാജയപ്പെടുകയില്ല എന്ന ആത്മവിശ്വാസത്തിൽ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നോട്ട് പോവുകയാണ്.